ടാറ്റ ഇത്രയൊക്കെ പ്രായമായിട്ടും ആളെന്നൊരു യൂത്തായിരുന്നു. ആളുടെ ഒരു ഫിലോസഫി എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജ്യത്ത് എപ്പോഴും ആള് മോളിൽ നിന്ന് താഴോട്ട് നോക്കും. ആള് മോളിൽ നിൽക്കും, പക്ഷെ താഴോട്ട് നോക്കും. നമുക്കത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അങ്ങനെ വന്നാണ് ഇൻഡിക്ക, നാനോ, അവസാനം സ്റ്റുഡിയോ വരെ. അപ്പം ശരിക്കും രാജ്യത്ത് എല്ലാവരും മുകളിലോട്ട് വരണം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ആളാണ്. പുള്ളിയുടെ ഓരോ പ്ലാനും യൂത്ത്ഫുൾ ആയിരുന്നു. സ്റ്റുഡിയോയുടെ കാര്യം തന്നെ നോക്കാം. പുള്ളിയുടെ ഡ്രീം പ്രൊജക്റ്റാണ് സ്റ്റുഡിയോ. സ്റ്റുഡിയോ വരുമ്പോൾ 1000 രൂപ കൂടുതൽ മുടക്കാൻ കൊടുത്ത സാധാരണക്കാരന് പറ്റില്ല. അപ്പം സാധാരണക്കാരനും അതിനപ്പുറമുള്ള ആൾക്കാരും തമ്മിൽ വലിയൊരു ഡിഫറൻസ് വേഷത്തിൽ തന്നെ ഫീൽ ചെയ്യും അല്ലേ. അത് ആ ഒരു ചിന്ത വന്നപ്പോഴാണ് H&M ഓൾറെഡി ടാറ്റയ്ക്കുണ്ട്, ഹൈ പ്രീമിയം സാധനം. അപ്പം H&M കയ്യിലിരിക്കുമ്പോൾ തന്നെ അതിന് സാധാരണക്കാരനൊരു കോമ്പറ്റീറ്റർ പുള്ളി ഉണ്ടാക്കി. ട്രെൻഡി സാധനം 1000 രൂപയ്ക്ക് മുകളിൽ ഒരു സാധനവും പാടില്ല എന്നുള്ളതായിരുന്നു പുള്ളിയുടെ ഡ്രീം. ആ രീതിയിലാണ് എല്ലാ സാധനം. ഇപ്പം ഈ ഫാഷൻ മറ്റേത് വരാൻ പോവാണ്, മറ്റേ ബ്യൂട്ടി സ്റ്റോർ വരാൻ പോവാണ്. സ്റ്റുഡിയോയുടെ പുതിയ പ്രൊജക്റ്റാണ്. അപ്പം അതും അങ്ങനെയാണ് 1000 രൂപ. അപ്പോൾ ക്വാളിറ്റി പ്രൊഡക്ട്സ് 1000 റുപ്പീസിന് മുകളിൽ ശരിക്കും. അപ്പം യൂത്തിനെയും പുള്ളി കൺസിഡർ ചെയ്തു, അല്ലാതെ പ്രായമുള്ള ആൾക്കാർക്ക് എന്നുള്ളതല്ല പുള്ളി ചെയ്തത്.